നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കെമിസ്ട്രിയിലെ രണ്ടാമത്തെ യൂണിറ്റായ സൊല്യൂഷൻസ് എന്ന പാഠഭാഗത്തിലെ ഹയർ സെക്കൻഡറി മെയിൻ എക്സാമിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. മുൻ വർഷങ്ങളിൽ വന്ന ചോദ്യോത്തരങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ വളരെയധികം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉണ്ട്. പക്ഷേ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ എന്നിവ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതല്ല. പക്ഷേ അവ നമ്മൾ നോട്ട് ചെയ്യണം, കാരണം അത്തരം ചോദ്യങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. നമുക്ക് നേരെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. The first question, which is appeared in the March 2010 question paper. Colligative properties are properties of solution which depend on the number of solute particles in the solution, irrespective of their nature. Name 4 important colligative properties. What happened to the colligative properties when ethanoic acid is treated with benzene? Give reason. 4 പ്രധാനപ്പെട്ട കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്, അവയുടെ പേരെഴുതാനാണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ ആർ ദ 4 important colligative properties. And the second question, what happens to the colligative properties when ethanoic acid is treated with benzene? Ethanoic acid, that is acetic acid. Acetic acid can dimerize in benzene, non-polar solvent. So the number of particles decreases because of this dimerization by hydrogen bonding, and hence colligative properties also decreases. Second question, relative lowering of vapor pressure, elevation of boiling point, depression of freezing point and osmotic pressure are the important colligative properties of dilute solutions. The relative lowering of vapor pressure of an aqueous dilute solution of glucose is 0.018. What is the mole fraction of glucose in the solution? Relative lowering of vapor pressure 0.018 ആണ്. എന്താണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ സൊല്യൂഷൻ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P01 മൈനസ് P1 ബൈ P01, അതായത് ഡെൽറ്റ പി ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ ബൈ vapor pressure of the solvent is equal to the mole fraction of the solute. The mole fraction of the solute, that is Chi2. Here the relative lowering of vapor pressure is 0.018. So what will be the mole fraction? That is equal to 0.018. Mole fraction തന്നെയാണ് അതിൻ്റെ relative lowering of vapor pressure ആയിട്ട് വരുന്നത്. Let us see the second question. An aqueous dilute solution of a non-volatile solute boils at 373.052 Kelvin. Find the freezing point of the solution. For water, its Kb is 0.52 Kelvin kilogram per mole and Kf is 1.86 Kelvin kilogram per mole. The normal boiling point is 373 Kelvin, that is 100 degree, and normal freezing point is 273 Kelvin. ഇതിൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ ആണ് കാണേണ്ടത്. ഒരു അക്വസ് ഡൈലൂട്ട് സൊല്യൂഷൻ 373.052 കെൽവിനാണ്. അതായത് നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറുമായിട്ട് 0.052 കെൽവിൻ്റെ വ്യത്യാസം. എങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? ഇതിൻ്റെ ഇക്വേഷനാണ് നമുക്കറിയാം. ഡെൽറ്റ ടി ബി ഈസ് ഇക്വൽ ടു കെ ബി ഇൻറ്റു എം. കെ ബി ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റൻറ്റ്, എം അതിൻ്റെ മൊളാലിറ്റി ആണ്. ഓക്കെ, ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് 0.052 കെൽവിനാണ് നമ്മൾ പറഞ്ഞു. 373 മൈനസ് 373.052, സോ ഇറ്റ് ഈസ് 0.052 കെൽവിൻ. ഈ ഇക്വേഷനിൽ നിന്ന്, ഫ്രം ദ ഇക്വേഷൻ ഡെൽറ്റ ടി ബി ഈസ് ഇക്വൽ ടു കെ ബി ഇൻറ്റു എം, വാട്ട് ഈസ് എം? ദാറ്റ് ഈസ് ഡെൽറ്റ ടി ബി ബൈ കെ ബി. സോ ഡെൽറ്റ ടി ബി ബൈ കെ ബി ഈസ് ഇക്വൽ ടു 0.052 ബൈ 0.52, 0.052 ബൈ 0.52. ഓക്കെ, ദാറ്റ് ഈസ് 0.1. സോ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, that is delta TF, that is equal to KF into M. KF is 1.86. M നമുക്കിവിടെ M കിട്ടി, മൊളാലിറ്റി കിട്ടി 0.1 ആണ്. സോ 1.866 into 0.1 is equal to 0.186 കെൽവിൻ. ഡെൽറ്റ TF 0.186 കെൽവിൻ ആണെങ്കിൽ TF എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് 273 പ്ലസ് 0.186 ആയിരിക്കും. ദാറ്റ് ഈസ് ഡെൽറ്റ TF പ്ലസ് TF0 ആയിരിക്കും. TF0 273, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. So it is 273.186 Kelvin. അപ്പോൾ ഇത് രണ്ട് ഇക്വേഷനും, അതായത് ഡെൽറ്റ ടി എഫും ഡെൽറ്റ ടി ബിയും കൂടി ക്ലബ്ബ് ചെയ്ത ഒരു ഇക്വേഷൻ.
ഡെൽറ്റ ടി ബിയിൽ നിന്ന് നമ്മൾ മൊളാലിറ്റി കാണുകയും ആ മൊളാലിറ്റി നമ്മൾ ഡെൽറ്റ ടി എഫിൽ അപ്ലൈ ചെയ്യുകയുമാണ് ചെയ്തത്. തേർഡ് ക്വസ്റ്റ്യൻ, colligative properties can be used to determine the molar mass of solutes in solution. colligative properties molar mass കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. What do you mean by colligative properties? എന്താണ് colligative properties? colligative properties എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the properties that depend only on the number of solute particles, not on their nature. നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. ദാറ്റ് ഈസ് colligative property. Then the second question, for determining the molar mass of polymers, osmotic pressure is preferred over other properties. പോളിമേഴ്സിൻ്റെ മോളാർ മാസ് കാണാൻ, മോളിക്കുലാർ മാസ് കാണാൻ നമ്മൾ ഓസ്മോട്ടിക് പ്രഷറാണ് പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ട്? ബിക്കോസ് പോളിമേഴ്സ് ഹാവിങ് പുവർ സോളിബിലിറ്റി ആൻഡ് ദെയർ സൊല്യൂഷൻ ഈസ് വെരി ഡയല്യൂട്ട്. സാധാരണ പോളിമേഴ്സിൻ്റെ സോളിബിലിറ്റി വളരെ കുറവാണ്, അവയുടെ ഡയല്യൂഷൻ എന്ന് പറയുന്നത്, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ ഡയല്യൂട്ടഡ് ആണ്. The magnitude of osmotic pressure is large even for very dilute solutions. Osmotic pressure അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, അവയുടെ ഓസ്മോട്ടിക് പ്രഷർ എത്ര ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ ആണെങ്കിലും റീസണബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ തരും. സോ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദെയർ മോളാർ മാസസ്. മറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുമ്പോൾ ഇത്രയും ഡൈല്യൂട്ട് സൊല്യൂഷൻസിന് വേണ്ടത്ര കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കിട്ടണമെന്നില്ല. സോ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ഡിറ്റർമൈനിങ് ദ മോളാർ മാസ് ഓർ മോളിക്കുലാർ മാസ് ഓഫ് പോളിമേഴ്സ് യൂസിങ് ദിസ് മെത്തേഡ്. And the third one, for intravenous injections, only solutions with osmotic pressure equal to that of 0.9% sodium chloride solution is used. Why? 0.9% sodium chloride solution normal saline solution എന്നാണ് പറയുക, normal saline water, and which is isotonic with this particular 0.9% mass by volume sodium chloride solution is isotonic with blood cells. Okay, isotonic having same osmotic pressure. So osmosis does not occur if we place the blood cells in this solution, or if the blood cells are placed in sodium chloride solution with higher or lower concentrations than this one, they would shrink or swell. Hypertonic or hypotonic solutions നമ്മൾ ഈ ബ്ലഡ് സെൽസ് വെച്ച് കഴിഞ്ഞാൽ അവ ഡിസ്ട്രോയിഡ് ആയി പോകും. അപ്പോൾ നമ്മൾ അത്തരം കേസുകളിൽ ഐസോട്ടോണിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് ഇഞ്ചക്ഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഐസോട്ടോണിക് മീൻസ് വിത്ത് സെയിം osmotic pressure. And the fourth one, vapor pressure of a solution is different from that of pure solvent. Vapor pressure ഒരു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കും. Name the law which helps us to determine partial vapor pressure of a volatile component in a solution. ഏത് ലോയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്? വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. വിച്ച് ലോ? ദാറ്റ് ഈസ് റൗൾസ് ലോ. Raoult's law. State the above law. ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? The law states that solution of a volatile liquids, solution of two volatile liquids, the partial vapor pressure of each component in the solution is directly proportional to its mole fraction in the solution. Its mole fraction in the solution. ഒരു രണ്ട് ലിക്വിഡ്സ് ചേർന്ന ഒരു സൊല്യൂഷൻ ഉണ്ടാവുമ്പോൾ അതിൽ ഒന്നിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പണൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. റൈറ്റ്. ദെൻ ദ തേർഡ് വൺ, വേപ്പർ പ്രഷർ ഓഫ് ക്ലോറോഫോം ആൻഡ് ഡൈക്ലോറോമീഥെയ്ൻ at 298 Kelvin are 200 millimeter of mercury for 15 millimeter of mercury respectively. Calculate the vapor pressure of solution prepared by mixing 24 gram of chloroform and 17 gram of dichloromethane at 298 Kelvin. ക്ലോറോഫോമിൻ്റെ വേപ്പർ പ്രഷറും തന്നിട്ടുണ്ട്, ഡൈക്ലോറോമീഥൈൻ്റെ വേപ്പർ പ്രഷറും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ വിച്ച് ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് ദീസ് ടു. റൈറ്റ്. at 298 Kelvin in particular proportion. So let us see this first. Let CHCl3 chloroform be the component 1 and dichloromethane be the component 2. അതിൽ ഒന്ന് നമുക്ക് ഫസ്റ്റ് കമ്പണൻ്റ് ആയിട്ടും മറ്റേത് സെക്കൻഡ് കമ്പണൻ്റ് ആയിട്ടും എടുക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ രൂപത്തിലാണ്. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ക്ലോറോഫോം ദാറ്റ് ഈസ് P01, that is 200 millimeter of mercury. Vapor pressure of dichloromethane, that is P02, that is 415 millimeter of mercury. Then mass of chloroform 24 gram. Molar mass of chloroform അത് നമുക്ക് CHCl3 എന്നുള്ളത് കൂട്ടിയാൽ കിട്ടാവുന്നതാണ്. 12 plus 1 plus 3 into 35.5, that is 119.5 gram per mole.
number of chloroform, number of moles of chloroform, that is mass by molar mass, 24 by 119.5, that is 0.2. Then similarly, mass of dichloromethane 17 gram, molar mass is 85 gram per mole, that we can calculate it from the formula. The number of moles of dichloromethane, that is mass by molar mass, that is 17 by 85 is equal to 0.2. രണ്ടും 0.2 ആണ്. ക്ലോറോഫോമും 0.2 ആണ്, ഡൈക്ലോറോമീഥേനും 0.2 ആണ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ദീസ് കമ്പണൻസ് നമുക്ക് കാണാവുന്നേ ഉള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പണൻറ്റ് ഡൈക്ലോറോമീഥേൻ, that is N2 by N1 plus N2, 0.2 by 0.4, that is 0.5. So total pressure നമുക്ക് മോൾ ഫ്രാക്ഷൻ കിട്ടി. ഇനി ടോട്ടൽ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ, ടോട്ടൽ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ നമുക്കറിയാം P01 plus P02 minus P01 into Chi2. P01 plus P02 minus P01 into Chi2, that is 200 plus 415 minus 200 into 0.5, that is the mole fraction of the second component, that is equal to 307.5 millimeter of mercury. 307.5 millimeter of mercury. Oh, otherwise we can find out Chi1 also when calculate P01 into like that. Okay, so we can find out the mole fraction of Chi1. Chi1 വെച്ചിട്ട് find out the mole fraction of Chi1 and then calculate P01 into P01 കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ P1 കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ P2 കണ്ടുപിടിക്കാം. ഓക്കെ, അതിൽ നമുക്ക് P ടോട്ടൽ എത്രയാണ് എന്ന് P1 plus P2 ഡാൽട്ടൺസ് ലോ വെച്ചിട്ട് P1 plus P2 കണ്ടുപിടിക്കാവുന്നതാണ്. And the fifth one, colligative properties or properties of solution depend only on the number. That is a statement. Write the names of 4 important colligative properties. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. The value of 1/2 factor I for aqueous potassium chloride solution is close to 2, while that for ethanoic acid is 0.5. Why? 1/2 factor എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ കണ്ടതാണ്. സാധാരണ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ അബ്നോർമാലിറ്റി വരാറുണ്ട്, അബ്നോർമൽ മോളാർ മാസസ് കാണാറുണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ. ഇവിടെ പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്യുന്ന ഒരു അയണിക് സബ്സ്റ്റൻസ് ആണ്. വെൻ ഇറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ, it dissociates into potassium ions and chloride ions. So it can give 2 particles. If you take 1 mole of potassium chloride, you will get 2 moles of particles in the solution. Right. While that for ethanoic acids, ethanoic acid in a non-polar solvent, benzene, which is nearly 0.5. That means അവിടെ ഒരു അസോസിയേഷൻ ആണ് നടക്കുന്നത്. നമ്മൾ 1 മോൾ എത്തനോയിക് ആസിഡ് ഇൻ ബെൻസീൻ എടുത്താൽ നമുക്ക് സൊല്യൂഷനിൽ അത് 0.5 മോൾ മാത്രമേ ഇഫക്റ്റീവ് ആവുള്ളൂ ബിക്കോസ് ഓഫ് അസോസിയേഷൻ. Then the 6th question, elevation of boiling point is a colligative property. Elevation of boiling point ഒരു colligative property ആണ്. What are colligative properties? That depend only on the number. Elevation of boiling point is directly proportional to molality of the solution. Delta TB is equal to Kb into m. Kb is called molar elevation constant. And from this relation, derive an expression to obtain molar mass of solute. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഡെൽറ്റ ടി ബി ഇസിക്കൽ ടു കെ ബി ഇൻറ്റു എം. ആൻഡ് വാട്ട് ഈസ് എം? ദാറ്റ് ഈസ് മൊളാലിറ്റി, നമ്പർ ഓഫ് മോൾസ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മൊളാലിറ്റി ഇസിക്കൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു മാസ് ഓഫ് സോൾവെൻറ്റ്. W2 ഇൻറ്റു 1000, അവിടെ 1000 ബൈ M2 ഇൻറ്റു W1. ഓക്കെ, സോ delta TB is equal to KB into M. So delta TB is equal to M ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ KB into W2 into 1000 by M2 into W1. So delta TB is equal to 1000 KB W2 divided by W1 M2. Okay, അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തു. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ. The boiling point of benzene is 353.23. When 1.80 of non-volatile solute was dissolved in 90 gram of benzene, boiling point is raised to 354.11. Calculate the molar mass of solute. Kb for benzene is 2.53 Kelvin kilogram per mole. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ എത്രയാണ് നമ്മൾ നോട്ട് ചെയ്യുക. അതിൽ 1.8 gram നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്താൽ, ഈ 90 gram ബെൻസീനിൽ ഡിസോൾവ് ചെയ്താൽ ആ ബോയിലിംഗ് പോയിന്റ് 354.11 ആയിട്ട് റൈസ് ചെയ്തു. ഇവിടെ സോൾവെന്റ് ബെൻസീനാണ്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഈ ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം. കെ ബി തന്നിട്ടുണ്ട്. സോ അവർ ഇക്വേഷൻ ഈ സിമ്പിൾ. ഡെൽറ്റ ടി ബി ഇസിക്കൽ ടു 1000 കെ ബി W2 ഡിവൈഡഡ് ബൈ W1 M2. ഇത് നമ്മളിപ്പോൾ ഡെറൈവ് ചെയ്ത ഇക്വേഷൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.
1000 ഇൻറ്റു കെ ബി ഇവിടെ തന്നിട്ടുണ്ട് 2.53 കെൽവിൻ കിലോഗ്രാം പെർ മോൾ ഇൻറ്റു W2 1.8 ഗ്രാം ബൈ W1 എത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 90 ഗ്രാം M2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റൈറ്റ്. അപ്പോൾ ഡെൽറ്റ ടി ബി നമ്മൾ അപ്ലൈ ചെയ്യണം. ഡെൽറ്റ ടി ബി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റും നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്തതിന് ശേഷമുള്ള ബോയിലിംഗ് പോയിന്റും തന്നിട്ടുണ്ട്. അതിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. ടി ബി മൈനസ് ടി ബി 0 ദാറ്റ് ഈസ് 354.11 മൈനസ് 353.23 that is 0.88 Kelvin. So substitute that one. So M2 is equal to 1000 into 2.53 1000 kb, then W2 1.8 divided by W1 that is 90 into kb, delta TB that is 0.88, that is equal to 57.5. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വേറെ ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചാൽ നമുക്ക് കിട്ടാവുന്ന ഒരു ഉത്തരമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. 7th question. Liquid solutions can be classified into ideal and non-ideal solutions on the basis of Raoult's law, state Raoult's law. ലിക്വിഡ് സൊല്യൂഷൻസിനെ ഐഡിയലും നോൺ ഐഡിയലുമായിട്ട് റൗൾട്ട്സ് ലോയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. എന്താണ് റൗൾട്ട്സ് ലോ? What are ideal solutions? Write any two properties of ideal solutions. What type of deviation is shown by a mixture of chloroform and acetone? Give reason. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റൗൾട്ട്സ് ലോ എന്താണെന്ന് പറയാം. വിച്ച് ഈസ് ദ ലോ ദാറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഫോർ എ സൊല്യൂഷൻ ഓഫ് volatile liquids the partial vapor pressure of each component is directly proportional to the mole fraction of that component in the solution. അതാണ് റൗൾട്ട്സ് ലോ എന്ന് പറയുന്നത്. റൗൾട്ട്സ് ലോ കണ്ടെയ്നിങ് volatile liquids. Then next is what are ideal solutions? Ideal solutions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ solutions which obey Raoult's law over the entire range of concentrations, at all concentrations. ഏത് കോൺസെൻട്രേഷൻസിലും Raoult's law അനുസരിക്കുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻസ്. ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ രണ്ട് പ്രോപ്പർട്ടി പ്രധാനമായിട്ട് നമ്മൾ പറയാറുള്ളത് ദാറ്റ് ഒബേ റൗൾട്ട്സ് ലോ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുന്നു. രണ്ടാമത്തത് എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ വോള്യൂം ഓഫ് മിക്സിംഗ്, അതായത് ചേഞ്ച് ഇൻ വോള്യൂം ഓഫ് മിക്സിംഗ്. മറ്റേത് നമ്മൾ പറഞ്ഞത് എൻതാൽപ്പി ചേഞ്ച് ഇൻ മിക്സിംഗ്. ഇത് രണ്ടും 0 ആയിരിക്കണം. അതായത് നമ്മൾ രണ്ട് ലിക്വിഡ്സ് മിക്സ് ചെയ്തിട്ട് ഒരു ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൽ എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല, വോള്യൂം ചേഞ്ചും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞ പോലെ P1 is equal to P01 Chi1, P2 is equal to P02 Chi2. അത് റൗൾട്ട്സ് ലോയുടെ ഡെഫിനേഷനാണ്. ദെൻ നെക്സ്റ്റ് ഈസ് റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻസ്. അത് നമ്മൾ പറഞ്ഞു. വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഈസ് ഷോൺ ബൈ എ മിക്സ്ചർ ഓഫ് ക്ലോറോഫോം ആൻഡ് അസിറ്റോൺ? ഗീവ് റീസൺ. ക്ലോറോഫോമും അസിറ്റോണും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തരം ഡീവിയേഷൻ ആണെന്ന് വെച്ചാൽ അത് നെഗറ്റീവ് ഡീവിയേഷനാണ്. കാരണം ക്ലോറോഫോമും അസിറ്റോണും മിക്സ് ചെയ്യുമ്പോൾ ക്ലോറോഫോം അസിറ്റോൺ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടാവുന്നത് കുറയുമായിരിക്കും ചെയ്യുക. വേപ്പർ പ്രഷർ കുറയും. വേപ്പർ പ്രഷർ കുറയുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷനാണ് ഉണ്ടാവുക. സോ സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും, ഹെൻസ് വേപ്പർ പ്രഷർ ഡിക്രീസ്. സോ ദാറ്റ് ഷോസ് എ നെഗറ്റീവ് ഡീവിയേഷൻ. ഓക്കെ. Then 8th question. Osmotic pressure is a colligative property and is proportional to the molarity of the solution. വാട്ട് ഈസ് ഓസ്മോട്ടിക് പ്രഷർ? അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു. അതൊരു മൊളാരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. ദെൻ വാട്ട് ഈസ് ഓസ്മോട്ടിക് പ്രഷർ? ഓസ്മോട്ടിക് പ്രഷർ എന്നാൽ എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രഷർ അപ്ലൈഡ് ഓൺ ദ സൊല്യൂഷൻ സൈഡ്. സൊല്യൂഷൻ സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ, സൊല്യൂഷൻ്റെ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന പ്രഷർ, സോൾവെൻറ്റിൻ്റെ ഭാഗത്തല്ല. ഓക്കെ. സോ വി ഹാവ് ടു അപ്ലൈ സം പ്രഷർ ജസ്റ്റ് ടു പ്രിവെൻറ്റ് ദ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ഫ്രം സോൾവെൻറ്റ് സൈഡ് ടു സൊല്യൂഷൻ സൈഡ്. സോൾവെൻറ്റ് സൈഡിൽ നിന്ന് സോൾവെൻറ്റ് സൊല്യൂഷൻ സൈഡിലേക്ക് ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യുന്നതാണ് ഓസ്മോസിസ്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൊല്യൂഷൻ സൈഡിൽ കൊടുക്കുന്ന പ്രഷർ. ഓക്കെ. ഇറ്റ് ഈസ് ദ പ്രഷർ ജസ്റ്റ് ടു സ്റ്റോപ്പ് ദ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ഫ്രം സോൾവെൻറ്റ് സൈഡ്, അല്ലെങ്കിൽ നമുക്ക് ലെസ് കോൺസെൻട്രേറ്റഡ് സൈഡ് എന്ന് പറഞ്ഞാലും മതി, ടു ദ സൊല്യൂഷൻ സൈഡ്. അതിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയും. ദെൻ മോളിക്കുലാർ മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ഡിറ്റർമൈൻഡ് ബൈ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെൻറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഹാഫ് ഓഫ് ദ ആക്ച്വൽ വാല്യൂ. അക്കൗണ്ട് ഫോർ ഇറ്റ്. സോഡിയം ക്ലോറൈഡിൻ്റെ മോളിക്കുലാർ മാസ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഹാഫ് ഓഫ് ദ ആക്ച്വൽ വാല്യൂ.
അതിൻ്റെ യഥാർത്ഥ വാല്യൂവിൻ്റെ പകുതി മാത്രമേ കാണുന്നുള്ളൂ. എന്താണ് കാരണം എന്നുള്ളത്? അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. സോഡിയം ക്ലോറൈഡ് ഒരു ഡിസോസിയേഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ അയണൈസേഷൻ കാണിക്കുന്ന ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഡിസോസിയേഷൻ സംഭവിക്കുകയും 1 മോൾ സോഡിയം ക്ലോറൈഡ് നമ്മൾ ഉപയോഗിച്ചാൽ 2 മോൾ പാർട്ടിക്കിൾസ് സൊല്യൂഷനിൽ കാണുകയും ചെയ്യും. ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡബിൾഡ് because of ionization or dissociation. Hence colligative property become halved. അങ്ങനെയാണ് colligative property പകുതിയായി മാറുന്നത്. ഇനി നമ്മളൊരു പ്രോബ്ലമാണ്. Calculate the osmotic pressure exerted by a solution prepared by dissolving 1.5 gram of a polymer of molar mass 185000 in 500 milliliter of water at 37 degrees Celsius. Given the R value. R value തന്നിട്ടുണ്ട്. osmotic pressure കാണണം. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? മാസ് ഓഫ് പോളിമർ തന്നിട്ടുണ്ട്, മോളാർ മാസ് ഓഫ് പോളിമർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് നമുക്ക് അതിന് കാണാം. വോള്യൂം ഓഫ് സോൾവെൻറ്റ് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ആർ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മളൊന്ന് അതിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇക്വേഷൻ ഇതാണ്: പൈ ഈസ് ഈക്വൽ ടു W2RT/M2V. W2RT/M2V. ഓക്കെ, അതായത് പൈ ഈസ് ഈക്വൽ ടു CRT എന്നുള്ളത്, സി എന്ന് പറഞ്ഞാൽ N/V ആണ്. N/V എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നമ്പർ ഓഫ് മോൾസ് എന്നുള്ള വാല്യൂ ആണ് N എന്നുള്ളത്, V എന്ന് പറയുന്നത് വോള്യൂം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് പൈ ഈസ് ഈക്വൽ ടു W2RT/M2V. അപ്പോൾ ഇവിടെ W2 നമുക്ക് തന്നിട്ടുണ്ട് 1.5 gram ആണ് പോളിമർ. അതിൻ്റെ M2 നമുക്ക് തന്നിട്ടുണ്ട് 185000 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ R.081 അത് നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് തന്നതാണ്. വോള്യൂം തന്നിട്ടുണ്ട്. വോള്യൂം നമുക്ക് തന്നുള്ളത് എത്രയാണ്? 500 milliliter. നമ്മൾ ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.5 ലിറ്റർ. T 37 ഡിഗ്രി എന്ന് പറയുന്നത് 310 Kelvin ആണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാം. സോ ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ് ദാറ്റ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വേരിയസ് വാല്യൂസ് ഇൻ ദ ഇക്വേഷൻ. ദെൻ നെക്സ്റ്റ് 9th one, there are certain concentration terms: molarity, molality, mole fraction are some methods for expressing the concentrations of solutions. Which of these are temperature dependent? ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ എന്നുള്ളതിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്? ഇതിൽ ഒന്ന് മാത്രമേ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൂ. അത് എന്താണ്? ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത് മാസ് വരുന്നതാണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് മൊളാരിറ്റി എന്നുള്ളത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ദെൻ പറയുന്നത് ഡിഫൈൻ മോൾ ഫ്രാക്ഷൻ. എന്താണ് മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് substance divided by total number of moles in the solution. അങ്ങനെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുക. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പർട്ടിക്കുലർ കമ്പണൻറ്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂഷൻ. അതിനെയാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ പ്രോബ്ലം: എ മിക്സ്ചർ കണ്ടെയ്ൻസ് 3.2 gram methanol. 3.2 gram methanol മാസ് തന്നിട്ടുണ്ട്. മോളിക്കുലർ മാസ് 32 യൂണിഫൈഡ് മാസ് തന്നിട്ടുണ്ട്. പിന്നെ 4.6 gram ethanol. ഓക്കെ, 4.6 gram. അപ്പോൾ മെത്തനോളും ചേർത്ത ഒരു മിക്സറാണ്. അതിൻ്റെ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസുകൾ നമുക്ക് തന്നിട്ടുണ്ട്, മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് എന്നാൽ മാസ് ബൈ മോളിക്കുലർ മാസാണ്. അപ്പോൾ മെത്തനോളിൻ്റെ ആണെങ്കിൽ 3.2/32 0.1. എത്തനോൾ ആണെങ്കിൽ 4.6/46 0.1. രണ്ടും 0.1 ഇതാണ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ എന്ന് പറഞ്ഞാൽ 0.1 ഡിവൈഡഡ് ബൈ 0.1 പ്ലസ് 0.1. എത്തനോൾ ആണെങ്കിൽ നമുക്ക് വേണമെച്ചാൽ ഇതേപോലെ തന്നെ കാണാം, 0.1/0.1 പ്ലസ് 0.1 എന്ന് കാണാം, അല്ലെങ്കിൽ 1 - 0.1 എന്ന് ചെയ്താലും മതി. ഓക്കെ, രണ്ടും ഈക്വൽ ആണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. കാരണം അത് രണ്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ വാല്യൂ ആണ്, 0.5 ആണ് കിട്ടുക. ആൻഡ് ദ 10th question: among the following which is not a colligative property. ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ്. നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടതാണ്. ഓസ്മോട്ടിക് പ്രഷർ, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആയിരുന്നു. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇവിടെ തന്നിട്ടുള്ളത് വേപ്പർ പ്രഷർ എന്നാണ്. സോ ലെറ്റ് us see the answer, that is vapor pressure is not a colligative property, but relative lowering of vapor pressure is a colligative property. And the next question: 200 centimeter cube of aqueous solution of protein contain 1.26 gram of protein. അപ്പോൾ വോള്യൂം നമുക്ക് തന്നു 200 milliliter എന്ന് തന്നിട്ടുണ്ട്, അതിന് സെൻറ്റിമീറ്റർ ക്യൂബ്. മാസ് 1.26 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ അറ്റ് 300 Kelvin, 300 Kelvinൽ ഓസ്മോട്ടിക് പ്രഷർ 8.3 × 10⁻² ബാർ ആണ്. കാൽക്കുലേറ്റ് മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞുള്ളത്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ ഇത് ഈ പറഞ്ഞ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരത്തെ നമ്മൾ ഇക്വേഷൻ കണ്ടു.
ആ ഇക്വേഷനിൽ നമ്മൾ അങ്ങോട്ട് പൈ ഈസ് ഈക്വൽ ടു CRT, സി എന്ന് പറഞ്ഞാൽ N/V, സോ പൈ ഈസ് ഈക്വൽ ടു N/V RT. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ കാൽക്കുലേഷൻ നമുക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വൺ ഹോഫ് ഫാക്ടർ. വൺ ഹോഫ് ഫാക്ടർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നാണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യേണ്ടത്. അത് അബ്നോർമൽ മോളാർ മാസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫാക്ടറാണ് വൺ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കറക്റ്റ് ദ അബ്നോർമൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, ഇഫ് ദർ ഈസ് അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അതിൽ അസോസിയേഷനും ഡിസോസിയേഷനും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, വൺ ഹോഫ് ഫാക്ടർ I എന്ന് പറയുന്നത്. ഈ I എന്നുള്ളത് നമ്മുടെ ഇക്വേഷൻസിൽ ഇപ്പോൾ പൈ ഈസ് ഈക്വൽ ടു CRT എന്നുള്ളതിലാണെന്ന് വെച്ചാൽ I ഇൻറ്റു CRT എന്ന് കൊടുക്കും. അങ്ങനെ I ഫാക്ടർ കൊണ്ട് നമ്മൾ അതിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ നമുക്ക് ആ പ്രോബ്ലം അബ്നോർമാലിറ്റി കറക്റ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്. ദെൻ 11th ക്വസ്റ്റ്യൻ, ഡ്രോ എ വേപ്പർ പ്രഷർ കർവ് ബൈ പ്ലോട്ടിംഗ് വേപ്പർ പ്രഷർ എഗൻസ്റ്റ് mole fraction of an ideal solution of two components A and B. Indicate partial vapor pressure of A and B, PA, PB, and total vapor pressure, P total. അപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കണം, A and B കമ്പോണൻസ് ഉള്ള ഗ്രാഫ് വരയ്ക്കണം. അത് വരയ്ക്കുക എങ്ങനെയാണ്, അത് വരയ്ക്കൽ നമ്മൾ നേരത്തെ കണ്ടു. ഈ ഗ്രാഫ് നമ്മൾ രണ്ട് കമ്പോണൻസ് ഒന്നിച്ച് വരച്ചത് കൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെയുള്ളത് നമുക്കറിയാം. ഇതിൽ ആദ്യം chi1 ഈസ് ഈക്വൽ ടു 1, ദെൻ chi1 ഈസ് ഈക്വൽ ടു 0. ശരിക്കും ആ ഗ്രാഫ് നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് വരച്ചിട്ടുള്ളതെന്ന് ഓർക്കണം. ഓക്കെ, അതിൽ തന്നെ chi2 ഈസ് ഈക്വൽ ടു 0 ടു chi2 ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് P01 കിട്ടും, P02 കിട്ടും y ആക്സിസിൽ. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രഷറായി P ടോട്ടൽ, ദാറ്റ് ഈസ് P01 പ്ലസ് P02. ഇനി നെക്സ്റ്റ് വാട്ട് ഈസ് ആൻ ഐഡിയൽ സൊല്യൂഷൻ. നമ്മൾ പലവട്ടം അത് ഡിസ്കസ് ചെയ്തതാണ്. സൊല്യൂഷൻ ദാറ്റ് ഒബേസ് Raoult's law over the entire range of concentrations. Then one more question is there, modify the above plot for non-ideal showing positive deviation. Non-ideal showing positive deviation. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ വേപ്പർ പ്രഷറിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് വരുന്ന രൂപത്തിൽ, ഓരോ സമയത്തുള്ള വേപ്പർ പ്രഷർ കൂടുതലായി വരുന്ന രൂപത്തിലാണ് നമ്മളത് പ്ലോട്ട് ചെയ്യാറുള്ളത്. ഡോട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്നത് ഐഡിയലിൻ്റെ ഗ്രാഫാണ് എന്നുള്ളത് നമ്മളൊന്ന് ഓർക്കണം. Okay, then 12th question, a number of moles of solute per kilogram of solvent. Number of moles of solute per kilogram of solvent. Number of moles per kilogram എന്താണ്, per kilogram എന്താണ്. Per liter ആയിരുന്നുവെങ്കിൽ നമ്മൾ മൊളാലിറ്റി എന്ന് പറയുമായിരുന്നു, ഇതിനെ നമ്മൾ മൊളാലിറ്റി എന്ന് പറയും. ഇറ്റ് ഈസ് മൊളാലിറ്റി. Then second one, the extent to which a solute is dissociated or associated can be expressed by one Hopf factor. Substantiate the statement. ഇപ്പോൾ one Hopf factorൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബിഫോർ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ സൊല്യൂട്ട് ഈസ് ഡിസോസിയേറ്റഡ് ഓർ അസോസിയേറ്റഡ്. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ ആഫ്റ്റർ അസോസിയേഷൻ 2, ബിഫോർ അസോസിയേഷൻ 1. സോ 2/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ അത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് I വാല്യൂ 2 എന്ന് കിട്ടുമല്ലോ. ഇഫ് I വാല്യൂ ഈസ് ലെസ് ദാൻ 1, I വാല്യൂ 1-ൽ കുറവാണെങ്കിൽ അത് അസോസിയേഷനിലാണ് വരിക. അപ്പോൾ ബെൻസോയിക് ആസിഡിൻ്റെ കേസിൽ നമ്മൾ അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡ് തുടങ്ങിയ സാധനങ്ങളൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലെസ് ദാൻ 1 ആണ് കിട്ടുക. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് തുടങ്ങിയൊക്കെ ഡിസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് 1-ലധികമാണ് കിട്ടുക. അപ്പോൾ 1-ലധികമാണ് എങ്കിൽ ഡിസോസിയേഷനും, 1-ൽ താഴെയാണ് എങ്കിൽ അത് അസോസിയേഷനുമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. റൈറ്റ്. ദെൻ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ അറ്റ് എ സർട്ടൻ പ്രഷർ 0.85 bar. A non-volatile non-electrolyte solid weighing 0.5 gram and added to 39 gram of benzene, vapor pressure becomes 0.845 bar. വേപ്പർ പ്രഷർ കുറയുകയാണ് ചെയ്തത്. വാട്ട് ഈസ് ദ മോളാർ മാസ്? എന്താണ് മോളാർ മാസ് എന്നത്? അപ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ഇവിടെ മോളാർ മാസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ തന്ന രണ്ട് ഫാക്ടേഴ്സ്, എത്ര ഗ്രാം ഉണ്ട് എന്ന് തന്നു, ഫ്രീസിംഗ് പോയിൻ്റ് എത്ര കുറയുന്നുണ്ട് എന്നും തന്നു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാം. റൈറ്റ്. ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ നമുക്ക് നേരത്തെ അറിയാവുന്ന ഇക്വേഷനാണ്. എന്താണ്, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P01, delta P divided by P01, that is equal to W2 M1 divided by W1 M2, W2 M1 divided by W1 M2. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ സാധനങ്ങൾ, ഓരോ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ് തന്നിട്ടുണ്ട്, ബെൻസീൻ്റെ മാസ് തന്നിട്ടുണ്ട്,
ഓക്കെ, സൊല്യൂട്ടിൻ്റെ മാസ് തന്നിട്ടുണ്ട്, ബെൻസീൻ്റെ മോളാർ മാസ് തന്നിട്ടുണ്ട്, റൈറ്റ്. വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷനും തന്നിട്ടുണ്ട്, വേപ്പർ പ്രഷർ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാം. അത് എത്രയാണ്? 0.85 മൈനസ് 0.845, അതായത് 0.005 ബാർ ആണ് ആ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, റൈറ്റ്. ഇനി നമ്മളത് M2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ, വെറുതെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ അതിൽ നടത്താനുള്ളൂ, അത് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ദെൻ ഓസ്മോട്ടിക് പ്രഷർ ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓസ്മോട്ടിക് പ്രഷർ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. വാട്ട് ഈസ് ഓസ്മോട്ടിക് പ്രഷർ? നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തു, ദാറ്റ് ഈസ് എ എക്സസ് പ്രഷർ അപ്ലൈഡ് ഓൺ ദ സൊല്യൂഷൻ സൈഡ് ടു പ്രിവെൻറ്റ് ദി ഓസ്മോസിസ്. ദെൻ അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. സോ യു ക്യാൻ എക്സ്പെക്ട് സം പ്രോബ്ലംസ് ഫ്രം ദിസ് സെക്ഷൻ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, സോ 1 gram ഓഫ് എ നോൺ ഇലക്ട്രോലൈറ്റ് ഡിസോൾവ്ഡ് ഇൻ 50 gram ബെൻസീൻ ലോവർ ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ബൈ 0.4. അപ്പോൾ ലോവറിംഗ് ഓഫ് വേപ്പർ അത് ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 0.4 ആണ്. ദെൻ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് KF 5.12 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, കെൽവിൻ കിലോഗ്രാം പെർ മോൾ. മോളാർ മാസ് കാണാനാണ് ചോദ്യം. വാട്ട് വിൽ ബി ദ മോളാർ മാസ് ഓഫ് ദിസ് സൊല്യൂട്ട്? അപ്പോൾ നമുക്ക് പ്രോബ്ലം നമുക്കറിയാം, തന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. W2 തന്നിട്ടുണ്ട്, W1 തന്നിട്ടുണ്ട്, ΔTF തന്നിട്ടുണ്ട്. ΔTF നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. ദെൻ KF അത് 5.12 അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മോളാർ മാസ് മാത്രമേ കാണാനുള്ളൂ. സോ ΔTF ഈസ് ഈക്വൽ ടു 1000 KF W2 ഡിവൈഡഡ് ബൈ W1 M2. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വാല്യൂ കാണുന്നു. ഓക്കെ, ദെൻ 14th question, Henry's law is related to solubility of a gas in liquid. Henry's law related to the solubility of a gas in liquid. അതിൻ്റെ റിലേഷൻ എന്താണെന്ന് ചോദ്യം. സ്റ്റേറ്റ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഹെൻറീസ് ലോ ഡിഫൈൻ ചെയ്യൽ സോളിബിലിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ദ പ്രഷർ, വേപ്പർ പ്രഷർ ഓഫ് ദ ഗ്യാസ്. സോളിബിലിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വേപ്പർ പ്രഷർ. അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം? ദ വേപ്പർ പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്നും പറയാം. P ഈസ് പ്രൊപ്പോർഷണൽ ടു chi ഓർ P ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു chi. ആ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ ഹെൻറീസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. പ്രോബ്ലം 1000 milliliter, അതായത് 1000 cm³ of an aqueous solution of a protein contain 1.26 gram. Osmotic pressure of such a solution at 300 Kelvin is found to be 2.57 × 10⁻³ bar. Calculate molar mass of the protein. സ്വാഭാവികമായിട്ടും ഇത് പ്രോട്ടീൻ്റെ ആണ്, നമുക്കറിയാം. ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡാണ് യൂസ് ചെയ്യുക. ആ ചോദ്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഫൗണ്ട് ടു ബി എന്ന് പറഞ്ഞിട്ട് ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് തന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാം. ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? പൈ ഈസ് ഈക്വൽ ടു N/V RT എന്നുള്ളത് അറിയാം. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ആ നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഇന്ന് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ പ്രോബ്ലംസ് ഒക്കെ ഡയറക്റ്റ് പ്രോബ്ലംസ് ആയതുകൊണ്ട് ഈ വാല്യൂസ് എഴുതി വയ്ക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, ദെൻ മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഇൻ എ മിക്സ്ചർ കണ്ടെയ്നിങ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ആൻഡ് എത്തനോൾ. മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഇൻ എ മിക്സ്ചർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണ്. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണെങ്കിൽ എന്താണ് മോൾ ഫ്രാക്ഷൻ എന്നുള്ളത്? മോൾ ഫ്രാക്ഷൻ എന്നുള്ളത് ഈക്വൽ ആണെങ്കിൽ 0.5 ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഓക്കെ, ദെൻ ഫോളോയിങ് ദ വേപ്പർ പ്രഷർ കർവ് ഓഫ് പ്യുവർ സോൾവെൻറ്റ് ആൻഡ് എ സൊല്യൂഷൻ ഓഫ് എ നോളറ്റൈൽ സൊല്യൂട്ട് ഇതാ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബേസ്ഡ് ഓൺ ദ എബോവ് കർവ്, ഇത് കർവാണ്, ഇറ്റ് ഈസ് നോട്ട് സ്ട്രൈറ്റ് ലൈൻ. സ്ട്രൈറ്റ് ലൈനായിട്ട് കണക്കാക്കരുത്, ദീസ് ആർ കർവ്സ്. ദെൻ ഈ കർവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തൊക്കെയാണ്? വാട്ട് ഡു ദ കർവ്സ് A and B ഇൻഡിക്കേറ്റ്? അപ്പോൾ നമുക്കറിയാം ഈ A എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് പിന്നെ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ് ആൻഡ് സൊല്യൂഷൻ ഓഫ് നോൺ വോളറ്റൈൽ. പ്യുവർ സോൾവെൻ്റ് സൊല്യൂഷൻ്റെയാണ്. TB ആണ് തന്നുള്ളത്. TB എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ A എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്, B എന്ന് പറയുന്നത് എന്തിൻ്റെയാണ് എന്നാണ് ചോദ്യം. A എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ വേപ്പർ പ്രഷർ എന്തിനുണ്ട്? ലോവർ വേപ്പർ പ്രഷറാണ് എന്തിനുള്ളത്? Bക്കുള്ളത്. കാരണം ബിയുടെ വേപ്പർ പ്രഷർ ഓരോ പോയിന്റിലും ഇത് കുറവായിട്ട് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ T0B എന്നുള്ളതിൻ്റെ വേപ്പർ പ്രഷർ നോക്കൂ, രണ്ടിലും 1 atmosphere പ്രഷറിലെ വേപ്പർ പ്രഷറല്ല ബിക്കുള്ളത്. എയുടെ വേപ്പർ പ്രഷറല്ല ബിക്കുള്ളത്. അതുകൊണ്ട് തന്നെ A എന്ന് പറയുന്നത് പ്യുവർ സോൾവെൻറ്റും B എന്ന് പറയുന്നത് സൊല്യൂഷനുമാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. എക്സ്പ്ലെയിൻ വൈ ദ വാല്യൂ ഓഫ് TB ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് T0B. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊല്യൂട്ട് ഇവിടെ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്. സോ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഈസ് always less than that of the pure solvent. That is why it boils at a higher temperature. Okay, so TB is greater than T0B. Then the 16th question, a solution contains 15 gram urea, its molar mass is 60 per liter of the solution of water, as the osmotic pressure as a solution of glucose with molar mass 180 gram per mole.
in water. Calculate the mass of glucose present in 1 liter of the solution. എന്താണ് ചോദ്യം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എ സൊല്യൂഷൻ കണ്ടെയ്ൻ 15 ഗ്രാം യൂറിയ, 15 ഗ്രാം യൂറിയ പെർ ലിറ്ററുള്ള ഒരു സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷറും വേറൊരു ഗ്ലൂക്കോസ് സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷറും ഈക്വലാണ് എങ്കിൽ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഗ്ലൂക്കോസ് പ്രസൻസ്. ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയാണ്? അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ആണ് എങ്കിൽ അത് ഐസോട്ടോണിക് സൊല്യൂഷനാണ് എന്ന് അസ്യൂം ചെയ്യാം. ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? π1 = π2. രണ്ട് സൊല്യൂഷൻസിൻ്റെ ഓസ്മോട്ടിക് പ്രഷേഴ്സ് ഈക്വലാണ്. π1 = π2. ഓക്കെ, പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം N/V/RT ആണ്. ഓക്കെ, അപ്പോൾ π1 എന്ന് പറഞ്ഞാൽ N1 RT/V, കാരണം വോളിയം കോൺസ്റ്റൻ്റ് ആക്കി, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി, ഗ്യാസ് കോൺസ്റ്റൻറ്റും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ്. അവിടെ മാറുന്നത് നമ്പർ ഓഫ് മോൾസ് മാത്രമാണ്. സോ π1 N1 RT/V, π2 N2 RT/V. π1 = π2 ആണെങ്കിൽ എന്തായി? N1 = N2 ആയി. രണ്ടിൻ്റെയും നമ്പർ ഓഫ് മോൾസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം ഈക്വലാണ്. സോ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ്? W1/M1 W1/M1. W എന്ന് പറഞ്ഞാൽ മാസ്, M എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് ഫസ്റ്റ് കമ്പണൻറ്റ്. നമുക്ക് യൂറിയ ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് ഇക്വൽ ടു W2/M2. അതിൽ നമുക്ക് 3 വാല്യൂ നമുക്കറിയാം ഇല്ലേ? W1 അറിയാം, M1 അറിയാം, പിന്നെ M2 അറിയാം. അപ്പോൾ W2 കണ്ടുപിടിക്കുന്നതിന് എന്താ പ്രയാസമുള്ളത്? ഇറ്റ്സ് വെരി സിമ്പിൾ. ദെൻ ഡിഫൈൻ മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്പ്. എന്താണ് മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്പ്? മിനിമം ബോയിലിംഗ് ആസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ്. ഓക്കെ, സൊല്യൂഷൻസ് വിച്ച് ഷോ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കർവ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഹാവിങ് പോസിറ്റീവ് ഡീവിയേഷൻ. നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ്റെ കേസിൽ നേരത്തെ പറഞ്ഞു, പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ വേപ്പർ പ്രഷേഴ്സ് തരും. അപ്പോൾ ഗ്രാഫുകൾ മുകളിലേക്ക് കൂടുതൽ വേപ്പർ പ്രഷറുള്ള രൂപത്തിലേക്കാണ്, കർവായിട്ടാണ്, അപ്പർ സൈഡിലേക്ക് കർവായിട്ടാണ് വരയ്ക്കേണ്ടത്. രണ്ട് ഗ്രാഫ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ദെൻ കാൽക്കുലേറ്റ് the depression of freezing point of a 0.2 molar solution if Kf is 1.86. അപ്പോൾ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻ്റ് ഇക്വേഷൻ നമ്മൾ എഴുതാം, ΔTF = Kf ഇൻറ്റു മൊളാലിറ്റി M. ഓക്കെ, അപ്പോൾ മൊളാലിറ്റി കാണാൻ M = ചെയ്താൽ മതി. റൈറ്റ്. ദെൻ വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്? റൈറ്റ് വൺ ഓഫ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഓസ്മോസിസ് എന്താ നമുക്കറിയാം. ഇറ്റ് ഈസ് എ പാസേജ് ഓഫ് സോൾവെൻറ്റ് ഫ്രം സോൾവെൻറ്റ് സൈഡ് ടു സൊല്യൂഷൻ സൈഡ് ത്രൂ എ സെമി പെർമെബിൾ മെംബ്രെയിൻ. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സോൾവെൻറ്റിൻ്റെ പാസേജിനെ ജസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സൊല്യൂഷൻ സൈഡിൽ കൊടുക്കുന്ന പ്രഷർ. ആ പ്രഷർ കുറച്ചധികമാണ് എങ്കിൽ, ഇഫ് ദ പ്രഷർ ഈസ് ലാർജർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ, ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ റിവേഴ്സ്ഡ്. ആ ഒഴുക്ക് വിപരീത ദിശയിലാവും. അതായത് ദാറ്റ് ഈസ് ഫ്രം ദ സൊല്യൂഷൻ സൈഡ് ടു ദി സോൾവെൻറ്റ് സൈഡ്. The pure solvent flows out of the solution through semi-permeable membrane. That is reverse osmosis. നമ്മൾ സാധാരണ കടൽ വെള്ളത്തിൽ നിന്നൊക്കെ വെള്ളം ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു കോമൺ മെത്തേഡായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. Then 21st, a solution 5% solution by mass of sugar in water has a freezing point 271 Kelvin. Calculate the freezing point of 5% solution by mass of glucose in water. Freezing point of water is 273.15 Kelvin. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്വേഷൻ നമ്മൾ ആദ്യം തന്നെ എഴുതി വയ്ക്കുക. ΔTF = Kf × M, അല്ലെങ്കിൽ 1000 Kf W2/M2 W1. ഓക്കെ, ഇനി ഈ ക്വസ്റ്റിനെ 2 പോർഷനാക്കി തിരിക്കാം. ആദ്യം നമ്മൾ കെയിൻ ഷുഗറിൻ്റെ 5% ബൈ മാസ് ഓഫ് കെയിൻ ഷുഗർ. ഓക്കെ, 5%, അതായത് 5 ഗ്രാം ഷുഗർ ഇൻ 100 ഗ്രാം സൊല്യൂഷൻ. അതാണ് അതിൻ്റെ അർത്ഥം. 5 gram in 100 gram. Mass of cane sugar 5 gram. Mass of solvent 95 gram. അപ്പോൾ W2 ആയി, W1 ആയി. റൈറ്റ്. ദെൻ മോളാർ മാസ് നമുക്ക് കെയിൻ ഷുഗർ C2 വെച്ച് 22O11 വെച്ച് 342 ആണെന്ന് കാണിക്കാം. ΔTF ഇതിൽ പറഞ്ഞിട്ടുണ്ട് 273.15 മൈനസ് 271, അതായത് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് 2.15 കെൽവിൻ എന്ന് പറയാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് KF എന്ന് കിട്ടും. ആ KF വാല്യൂ നമ്മൾ അടുത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് ദ ഗ്ലൂക്കോസ് സൊല്യൂഷൻ. ഗ്ലൂക്കോസിൻ്റെ മോളാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാം, C6H12O6. അപ്പോൾ മോളാർ മാസ് നമുക്ക് കിട്ടും. പിന്നെ മാസ് നമുക്ക് 5 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. മാസ് ഓഫ് സോൾവെൻറ്റ് എഗെയിൻ 5% ആയതുകൊണ്ട് 95 ഗ്രാം സോൾവെൻ്റ് ആയിരിക്കും.
എല്ലാം തന്നു. കെ എഫ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡെൽറ്റ ടി എഫ് കാണുന്നു, അതിൽ നിന്ന് ടി എഫ് കണ്ടുപിടിക്കാം. റൈറ്റ്. അപ്പോൾ അത് ചെയ്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? അഗെയിൻ ദാറ്റ് റിപ്പീറ്റഡ് വേപ്പർ പ്രഷർ എന്ന് നമ്മൾ നേരത്തെ കണ്ട ഒരു ചോദ്യമാണത്. Then what is meant by positive and negative deviations from Raoult's law? How is the sign of enthalpy of mixing related to the positive and negative deviation? ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻസ് ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ കാണിക്കുന്നതാണ്. ദീസ് ആർ റിലേറ്റഡ് ടു നോൺ ഐഡിയൽ സൊല്യൂഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ മീൻസ് the actual vapor pressure is greater than the ideal vapor pressure or Raoult's vapor pressure predicted by Raoult's law. Because the solute solvent interaction is weaker, hence it can give more vapors. That is why it is positive deviation. For such a solution, the enthalpy of mixing is positive, volume change, enthalpy change of mixing is positive, volume change of mixing is also positive. Heat is absorbed. Delta H positive means heat is absorbed, endothermic. Negative ആണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ്. It is also related to non-ideal, but the deviation from Raoult's law is negative. That means the actual vapor pressure is lower than the expected or predicted vapor pressure. Right. Delta H of mixing is negative. Delta V of mixing is negative. Interaction is strong. Solvent-solute interaction is strong. Then 24th. For ethanol acetone mixture, solute-solvent interaction is weaker than solute and solvent-solvent interaction. Ethanol acetone solute-solvent interaction weak ആണ്. ethanol acetone mixture solute-solvent interaction is weaker. Weaker ആകുമ്പോൾ എന്ത് പറ്റും? കൂടിയ വേപ്പർ പ്രഷർ വരും. Does this solution obey Raoult's law? No, because this is a non-ideal solution, because it gives more vapors. This shows positive deviation. Right. Then give vapor pressure mole fraction graph for this reaction. നേരത്തെ നമ്മൾ പറഞ്ഞു ആകൃതിയിൽ മുകളിലോട്ട് വേപ്പർ പ്രഷർ വരുന്ന രൂപത്തിൽ ഓരോ മോൾ ഫ്രാക്ഷനിലും അതിൻ്റെ വേപ്പർ പ്രഷർ കൂടി വരുന്ന രൂപത്തിലാണ് ഈ ഗ്രാഫ് വരയ്ക്കേണ്ടത്. റൈറ്റ്. Then 25th, complete the table by giving the value of Born-Haber factor I for complete dissociation of solute. NaCl എന്താണ് Born factor? Before after dissociation divided by before dissociation, 2 by 1 it is 2, sodium chloride 2. Aluminum nitrate, അവിടെ ടോട്ടൽ 4 ions വരും. അലൂമിനിയം അയോൺ 1, 3 nitrate ions, so 4. Potassium sulfate, 2 potassium ions and 1 sulfate ion, 3. Aluminum sulfate, 2 aluminum ions and 3 sulfate ions, 5. So these are the various I factors. So in this question paper we discussed the various questions up to March 2020. Okay, about 12 years questions. So we have covered almost all portions, all sections of this particular unit solution, chapter 2 in plus 2 chemistry. ഈ ഇത്രയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിച്ചാൽ തന്നെ ധാരാളമായിട്ട് നന്നായിട്ട് മാർക്ക് വാങ്ങാവുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.